ഓക്കിടെൽ എന്ന ബ്രാൻഡിന്റെ ഓക്കിടെൽ WP35 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്, റഗഡ് സ്മാർട്ട് ഫോണാണ്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കിടെൽ WP35 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ നല്ലൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അതുമാത്രമല്ല MIL STD 810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 11,000 mAh ബാറ്ററി വരുന്നുണ്ട്. പൊതുവേ ഫോണുകളിൽ 5,000 mAh ബാറ്ററിയൊക്കെയാണ് വരാറ്. ഇവൻ 6,000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് ഇതിൽ 11,000 mAh ബാറ്ററി വരുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഇത് സോണി IMX 682ൻ്റെ സെൻസറാണ്. പിന്നെ 8 മെഗാ പിക്സലിലെ നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 24GB റാം വരെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പഞ്ച്വൽ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് വരുന്നില്ല. കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പൊതുവേ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കാണാറില്ല. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് 360 ഗ്രാം വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലോണം വെയിറ്റ് വരുന്നുണ്ട്. തിക്നെസ് വരുന്നത് 15.3 mm ആണ്. അപ്പം വെയിറ്റും തിക്നെസ്സൊക്കെ വളരെ കൂടുതലാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വെയിറ്റും തിക്നെസ്സൊക്കെ കുറച്ച് കൂടുന്നതായിരിക്കും. എന്തായാലും വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം കൂടിയൊരു ഫോണാണ് ഈ ഫോണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ $179.99 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഓഫറൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൈസിംഗ് ആണ്. ഇനി ഓഫറൊന്നും ഇല്ലാതെ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് അവർ കാണിക്കുന്നത് 28,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. AliExpressൽ ഈ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓഫർ പ്രൈസിംഗ് കഴിഞ്ഞിട്ട് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫീച്ചേഴ്സ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ IP68 69K റേറ്റിംഗും ബിൽഡ് ക്വാളിറ്റിയും NFC സപ്പോർട്ടും പിന്നെ നൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ 28,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാനും പറ്റില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഓഡിയൻസ് ആണ്. ഇപ്പോൾ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെ നോക്കുന്നവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഓക്കിടെൽ WP35 5G എന്നൊക്കെ പറയാവുന്നതാണ്. ഇതുപോലൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.